ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंश ऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णाद् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शान्ति शान्ति शान्तिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम. എല്ലാവർക്കും പ്രണാമം. ഓം നമോ നാരായണായ. अथ शुक्लयजुर्वेदीय काण्वशाः बृहदारण्यक उपनिषत् द्वितीयकाण्डं मुनिकाण्डम् अथवा याज्ञवल्क्यकाण्डं तृतीय अध्यायं जल्परूप उपपत्ति प्रकरणं सप्तम ब्राह्मणम् अन्तर्यामी ब्राह्मणं प्रथममन्त्रम्। अधः एनम् उद्धालकः आरुणिः पप्रच्छ याज्ञवल्क्य इति होवाच मद्रेषु अवसामां पतञ्जलस्य काप्यस्य गृहेषु यज्ञम् अधीयानाः तस्य आसीत् भार्या गन्धर्वगृहीता। तम् अपृच्छाम कः असि इति। सः अब्रह्मविद् कबन्धा आधर्वणः इति। सः अब्रवीत् पतञ्जलं काप्यं याज्ञिकां च वेत्थ नु त्वं काप्या तत् सूत्रम् येन अयं च लोकः परच्च लोकः सर्वाणि च भूतानि संधृतानि भवन्ति इति। सः अब्रवीद् पतञ्जलः काप्यः न अहं तद् भगवन् वेद इति। सः अब्रवीद् पतञ्जलं काप्यं याज्ञिकां च वेत्थ नु त्वं काप्या तम् अन्तर्यामिणं य इमं च लोकं परं च लोकं सर्वाणि च भूतानि यः अन्तरः यमयति इति। सः अब्रवीत् पतञ्जलः काप्यः न अहं तं भगवन् वेद इति। सः अब्रवीत् पतञ्जलं काप्यं याज्ञिकां च यो वै तत् काप्य सूत्रं विद्यात् तं च अन्तर्यामिणमिति। सः ब्रह्मविद् सः लोकविद् सः देवविद् सः वेदविद् सः भूतविद् सः आत्मविद् सः सर्वविद् इति। तेभ्यः अब्रवीत् तद् अहं वेद तच्चेत् त्वं याज्ञवल्क्यं सूत्रम् अविद्याद् तं च अन्तर्यामिणं ब्रह्मगवीः उदजसे मूर्धा ते विपदिक्ष्यति इति। वेदवा अहं गौधमा तत्सूत्रं तं च अन्तर्यामिणम् इति। यो वा इदं कच्चित् ब्रूयाद् वेद वेद इति यथा वेद तथा ब्रूहि इति. യാജ്ഞവൽക്യമഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് സപ്തമ ബ്രാഹ്മണം അന്തർയാമി ബ്രാഹ്മണം പ്രഥമ മന്ത്രം നമ്മൾ പദച്ഛേദം കണ്ടു, അന്വയം കണ്ടു, പിന്നെ പാരായണം. അതിനുശേഷം ഇനി നമുക്ക് വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ജനക മഹാരാജാവിൻ്റെ വിദ്വസഭയിൽ നമുക്ക് ഒരുമിച്ച് പറയാം ബ്രാഹ്മണങ്ങളുടെ പേര്, കാരണം മറന്നു പോകുന്നു അല്ലേ. തൊട്ട് മുമ്പ് പഠിച്ചതുപോലെ ഓർക്കുന്നില്ല അല്ലേ. നമ്മുടെയൊക്കെ സഹജ സ്വഭാവമാണ് മറവി എന്നത്. അത് ചില സമയത്ത് നമുക്ക് നല്ലതുമാണ്, പക്ഷെ സാധനയിൽ അത് വിഘ്നമാണ്. അതുകൊണ്ട് നമുക്ക് ആവർത്തിച്ചുകൊണ്ടേയിരിക്കാം.
അശ്വല ബ്രാഹ്മണം, ആർദ്ധഭാഗ ബ്രാഹ്മണം, ഭുജു ബ്രാഹ്മണം, ഉഷസ്ഥ ബ്രാഹ്മണം, കഹോല ബ്രാഹ്മണം, ഗാർഗി ബ്രാഹ്മണം, അന്തർയാമി ബ്രാഹ്മണം. ഇങ്ങനെ സപ്തമ ബ്രാഹ്മണം. ഇനി 2 ബ്രാഹ്മണങ്ങളും കൂടി ഉണ്ട്, 8, 9. അങ്ങനെ 9 ബ്രാഹ്മണങ്ങൾ അടങ്ങിയതാണ് തൃതീയ അധ്യായം, ജൽപരൂപ ഉപപത്തി പ്രകരണം. കഹോലൻ, ഗാർഗി ഇത്യാദികളെല്ലാം ഉപരമിച്ചതിന് ശേഷം അടുത്തതായിട്ട് ഉദ്ദാലകന്റെ ചോദ്യമാണ്. മന്ത്രത്തിലേക്ക് പോകാം. അപ്പോൾ ആ വിദ്വസഭ എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. ജനക മഹാരാജാവ് അധ്യക്ഷനായിരുന്നു കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി വക്താവായിക്കൊണ്ട് മറ്റ് വിദ്വാൻമാർ ചോദ്യകർത്താക്കളായിക്കൊണ്ടുള്ള ആ ഒരു സഭാമണ്ഡപം. അവിടെ അധഃ ഏനം ഉദ്ദാലകഃ ആരുണിഹി പപ്രച്ഛ. അല്ലേ, ഗാർഗി ഉപരമിച്ചതിനനന്തരം അടുത്തത് എന്താണ്? ഉദ്ദാലകൻ എന്ന ആരുണി പപ്രച്ഛ, യാജ്ഞവൽക്യ മഹർഷിയോടായിക്കൊണ്ട് അടുത്ത ചോദ്യത്തിനായി എഴുന്നേറ്റ്. അല്ലേ, അപ്പം അനേകം വിദ്വാൻമാരിരിക്കുകയാണ്. അപ്പം അടുത്ത ചോദ്യകർത്താവായിട്ട് വരികയാണ്. ആരുണി എന്ന വാക്ക് നമ്മൾ കണ്ടു, അരുണന്റെ പുത്രൻ. അല്ലേ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ഉദ്ദാലകഃ, ഉദ്ദാലകൻ എന്നത്. അല്ലേ, അപ്പം ഇത് കഠോപനിഷത്തിലെ ഉദ്ദാലകനാണ്. അതിന് കാരണം പറയാൻ ഗൗതമൻ എന്ന വാക്കും വരുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ മറ്റൊരു മന്ത്രവും കൂടെ പറയാം, കഠോപനിഷത്തിലെ തന്നെ. നചികേതസിൻ്റെ പിതാവ്. അല്ലേ, അപ്പോൾ ആ ഒരു കഥാസന്ദർഭം എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അല്ലേ, വിശ്വജിത്ത് യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്ദാലകൻ അല്ലെങ്കിൽ നചികേതസിൻ്റെ പിതാവ്. അല്ലേ, എല്ലാം ദാനം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം എനിക്ക് എന്താണോ വേണ്ടാത്തത്, അല്ലെങ്കിൽ ഒരാൾക്ക് ദാനം കൊടുക്കുമ്പോൾ ഉപകാരപ്രദമല്ലാത്തത്, അത് ദാനം സ്വീകരിക്കുന്നയാൾക്ക് ഉപകാരമല്ല, കൊടുക്കുന്നയാൾക്ക് ഉപകാരം, എനിക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം ഇതിനെ. അങ്ങനെയുള്ള വസ്തുക്കൾ ദാനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നചികേതസ് ചോദിക്കുകയാണ്, എന്നെ ആർക്കാണ് കൊടുക്കുന്നത് എന്ന്. അല്ലേ, അപ്പോൾ പിതാവ് പറഞ്ഞു, മൃത്യുവേദ ദധാമീതി, ഞാൻ നിന്നെ മരണത്തിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ വാക്ക് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ യമധർമ്മരാജാവിൻ്റെ അടുത്ത് പോകുന്ന ആ സന്ദർഭം ഓർമ്മയുണ്ടല്ലോ, അവിടെ ഈ പേരുകൾ പരാമർശിക്കുന്നുണ്ട്. ഉദ്ദാലകൻ, ആരുണി എന്നുള്ള നചികേതസിൻ്റെ പിതാവാണെന്ന് തന്നെയാണ് ബൃഹദാരണ്യ ഉപനിഷത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ. അതായത് ഈ ഉദ്ദാലകൻ തന്നെയാണ് നചികേതസിൻ്റെ പിതാവായി കഠോപനിഷത്തിലും അല്ലെ കാഠകോപനിഷത്തിലും വരുന്ന അതേ ഉദ്ദാലകൻ തന്നെ. അതുകൊണ്ട് പരമ്പര അത് അംഗീകരിക്കുന്നതുകൊണ്ട് നമുക്കും അത് തന്നെ തുടർന്നു കൊണ്ട് പോകാം. ആ ഉദ്ദാലകൻ എന്ത് ചെയ്യുന്നു? പക്ഷെ ഒരു കാര്യം ആർക്കും വ്യക്തമായ ധാരണയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നചികേതസ് പോയതിന് ശേഷം മടങ്ങി വന്നിട്ടുണ്ടോ ഇല്ല, അതിനെക്കുറിച്ചൊന്നും കഠോപനിഷത്തിൽ പിന്നെ പറയുന്നില്ല. എൻ്റെ അച്ഛൻ, അതാണിപ്പോൾ വായിച്ചത് നമ്മൾ. എൻ്റെ അച്ഛൻ മടങ്ങി വരുമ്പോൾ എന്നെ തിരിച്ചറിയണം, അല്ല, അത്യാദി കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നുണ്ടല്ലോ പ്രഥമം വരത്തിൽ. പിന്നെ ദ്വിതീയ വരം ചോദിക്കും, നാചികേത അഗ്നി, അതിനെക്കുറിച്ച് സ്വർഗത്തിൽ പോകാനുള്ള വിദ്യ എനിക്കറിയണം. എല്ലാവരും ആ കാലഘട്ടത്തിൽ, അതായത് നചികേതസിൻ്റെ ആ കാലഘട്ടത്തിൽ ഭൂരിപക്ഷ ആളുകളും ആഗ്രഹിക്കുന്നതും പ്രയത്നിക്കുന്നതും സ്വർഗലോകത്തെ എങ്ങനെ എത്തിപ്പെടാമെന്നുള്ളത്. അപ്പോൾ അത് വ്യക്തമായി പറഞ്ഞു തരൂ എന്ന് നചികേതസ് യമധർമ്മരാജാവിന് ദ്വിതീയ വരമായിട്ട് ചോദിക്കുമ്പോൾ അതും യമധർമ്മരാജാവ് ഒരു തവണ പറഞ്ഞു കൊടുക്കും. ഒറ്റ തവണ കേട്ട് നചികേതസ് അത് സ്വായത്തമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നചികേതസിൻ്റെ ബുദ്ധിവൈഭവം കണ്ടിട്ട് യമധർമ്മരാജാവ് ആ വിദ്യയ്ക്ക് നാചികേത അഗ്നിവിദ്യ എന്ന് പേര് കൊടുത്തു, ആദരണാർത്ഥം നചികേതസിനോടുള്ള. അതിനുശേഷം മൂന്നാമത്തെ വരം ചോദിക്കുന്നു, അന്യത്ര ധർമാത് അന്യത്ര അധർമാത് അന്യത്ര അസ്മാത് കൃതാകൃതാച അന്യത്ര ഭൂതാച്ച ഭവ്യാച്ച യത്തത് പശ്യസി തദ്വദ. അല്ലേ, ധർമാധർമ്മങ്ങൾക്കും ഭൂതകാലങ്ങൾക്കും ഒക്കെ അതീതനായിരിക്കുന്ന ഏതൊരു തത്വമാണോ ഉള്ളത് ആ ബ്രഹ്മവിദ്യയാണ് എനിക്ക് വേണ്ടെന്ന് പറയുന്ന അങ്ങനെ മൂന്നാമത്തെ വരം. അങ്ങനെയാണല്ലോ ആ ഉപനിഷത്തിൻ്റെ 6 വല്ലികളിലായിട്ടുള്ള ഘടന പോകുന്നത്. അപ്പം അവിടെ
പല സന്ദർഭങ്ങളിലായിട്ട് ഈ പേര് പരാമർശിക്കുന്നുണ്ട്. ഏത് പേര്? ഉദ്ദാലക ആരണ്യം. അതുകൊണ്ട് എന്താണ് ബൃഹദാരണ്യ ഉപനിഷത്തിൻ്റെ നമ്മുടെ കാണ്വ ശാഖയിലുള്ള പരമ്പരയിലുള്ള ആചാര്യന്മാരെല്ലാം നചികേതസിൻ്റെ പിതാവ് തന്നെയാണ് ഇവിടെ ജനക മഹാരാജാവിൻ്റെ വിദ്വത്സഭയിൽ അന്തർയാമി ബ്രാഹ്മണത്തിലെ ചോദ്യകർത്താവ് എന്ന് അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കും അത് തന്നെ ഫോളോ ചെയ്യാം. യാജ്ഞവൽക്യ ഇതിഹോവാച. ഉദ്ദാലകൻ യാജ്ഞവൽക്യ മഹർഷിയോടായിക്കൊണ്ട് ചോദിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ കഥ ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് ബുജ്ജു ബ്രാഹ്മണത്തിൽ. ആ ബുജ്ജുവിനോടൊപ്പം അല്ല പോയിരിക്കുന്നത്, ഇവർ തനിച്ച് വേറൊരു കൂട്ടർ പോയി അല്ലേ. ആ കഥ ഓർമ്മയുണ്ടല്ലോ. പതഞ്ജലൻ്റെ വീട്ടിൽ ഭിക്ഷയ്ക്കായി ചെല്ലുന്നു. അവിടെ പുത്രിക്ക് ഗന്ധർവ ബാധ ഉണ്ടായിരിക്കുന്നു. എന്നിട്ട് ആ ഗന്ധർവനോടായി സംസാരിക്കുന്നത് അതിൻ്റെ ഉത്തരം പറയുന്നത്. ഗന്ധർവൻ എന്ത് ഉത്തരമാണോ പറഞ്ഞത് അത് തന്നെ യാജ്ഞവൽക്യ മഹർഷിയോട് ചോദിക്കുന്നു. അതാണല്ലോ ആ ബ്രാഹ്മണത്തിൻ്റെ ഘടന. അത് തന്നെ ഇവിടെ ആ സ്ഥലവും പോകുന്ന വീടും എല്ലാം ഒന്ന് തന്നെ. പക്ഷെ ഇവിടെ എന്താണ്, പുത്രിയുടെ ദേഹത്തല്ല ഗന്ധർവ ബാധ, പതഞ്ജലൻ്റെ ഭാര്യയുടെ ദേഹത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികളും തൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, നമ്മളെ സംബന്ധിച്ച് ആഖ്യായികകളിൽ അർത്ഥവാദങ്ങൾ വരാം. അതുകൊണ്ട് അതായത് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ഉണ്ടാകാം. നമ്മളെ സംബന്ധിച്ച് അതല്ല പ്രാധാന്യം അല്ലേ, തത്വമാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് ഭാര്യയ്ക്ക് ഗന്ധർവൻ ബാധിച്ചാലോ മകൾക്കോ ഇനി പതഞ്ജലൻ തന്നെ ആയിക്കോട്ടെ ആരാണേലും പ്രശ്നമല്ല, അതിന് പ്രാധാന്യം കൊടുക്കണ്ടെന്ന് ഭാഷ്യകാരനും തൻ്റെ ഭാഷ്യത്തിൽ പറയുന്നു. അതുകൊണ്ട് നമുക്ക് പുത്രിയോ ഭാര്യയോ ആരും ആയിക്കോട്ടെ. മദ്രേഷു അവസാമ പതഞ്ജലസ്യ കാപ്യസ്യ ഗൃഹേഷു യജ്ഞം അധീയാനാഹ. എന്ത് ചെയ്യുന്നു? മദ്രേഷു എന്ന് വെച്ചാൽ മദ്രപുരി എന്ന ദേശം, ദ്രാവിഡ ദേശം, അത് മദ്രപുരി. അവസാമ, മദ്രപുരി എന്ന ദേശത്ത് ആര് താമസിക്കുന്നു? പതഞ്ജലസ്യ കാപ്യസ്യ ഗൃഹേഷു. അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു? ഉദ്ദാലകനും. ഇവിടെ നമുക്ക് തന്നെ ഒരു സംശയം തോന്നുന്നത്, ഇവരെന്ത് ചെയ്യുന്നു? ഉദ്ദാലകനും മഹർഷിയല്ല, ഇടയ്ക്ക് മഹർഷി എന്ന് വരും വായിൽ, നിങ്ങൾ ക്ഷമിക്കണം. കാരണം ശ്വേതകേതുവിന് ഉദ്ദാലക മഹർഷിയാണല്ലോ അത്. അതുകൊണ്ട് ഇവിടെ ആ വാക്ക് വന്നാൽ നിങ്ങൾ അതിനെ തെറ്റിദ്ധരിക്കാതെ മുന്നോട്ട് പോകുക. ഉദ്ദാലകൻ എന്ന ആളും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ചെയ്ത് പഠനം നടത്തുകയാണ്. ദേശാടനം നടത്തുമ്പോഴേക്കും അവിടെ എത്തി, മദ്രപുരിയിലെത്തി, അവിടെ പതഞ്ജലൻ്റെ വീട്ടിൽ വന്നു അല്ലേ. അപ്പോഴേ നമുക്കിപ്പോൾ ഒരു സംശയം തോന്നാം, ഈ ബ്രഹ്മവിദ്യാ പഠന അനന്തരമാണല്ലോ സാധാരണ ദേശാടനം അല്ലെ ഭിക്ഷാചര്യത്തിനായിട്ട് നടക്കുക. പിന്നെ അതിനുശേഷം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകുക. അങ്ങനെയാണ് പൊതുവേയുള്ള സനാതന സംസ്കൃതി, അങ്ങനെയാണ് അല്ലേ. നമ്മൾ ഗുരുകുലത്തിൽ 12 വയസ്സിനുള്ളിൽ ചേരുക, പിന്നെ 12 വർഷക്കാലം ഗുരുകുലവാസ പഠനം നടത്തുക. അതിനുശേഷം എന്താ, മടങ്ങി വന്ന് ഒന്നെങ്കിൽ അവർക്ക് സന്യാസത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകാം അല്ല. നമ്മൾ തൈത്തരീയ ഉപനിഷത്ത് 1-ാമത്തെ അധ്യായത്തിൽ ശിഷ്യാനുശാസനത്തിൽ കണ്ടതാണ്. തൈത്തരീയ ഉപനിഷത്ത് 1 അവസാനത്തെ ശിഷ്യാനുശാസനം എന്ന അവസാനത്തെ ഭാഗത്ത് വാലിഡേറ്ററി ഫങ്ഷൻ, അത് അവിടെ കണ്ടതാണ് ഈ ഭാഗങ്ങൾ. അപ്പം ഏത് വേണേലും തിരഞ്ഞെടുക്കാം. അപ്പം ഇവിടെ ഈ ഉദ്ദാലകനും അവരുടെ ചങ്ങായിമാരും കൂടെ ഇങ്ങനെ ഭിക്ഷാചര്യം നടക്കുമ്പോൾ ബ്രഹ്മവിദ്യാ പഠന അനന്തരം അല്ലെ ഗുരുകുലവാസ അനന്തരം ഇങ്ങനെ അവർ ഭിക്ഷാചര്യം നടത്തണം, അതിനുവേണ്ടി ഇങ്ങനെ നടക്കുമ്പോൾ ചെറുപ്പക്കാരനാണ്. അപ്പം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാകാൻ സാധ്യത കുറവാണ്. അപ്പം നചികേതസൊന്നും ആയിട്ടില്ല. അപ്പം അങ്ങനെ ഒരാൾ ഇതെല്ലാം അറിഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ഗൃഹസ്ഥാശ്രമിയായി വിവാഹം കഴിച്ചു, അദ്ദേഹം രാജാവാകുന്നു അല്ലേ. അവിടെ
യാഗങ്ങളൊക്കെ നടക്കുന്നു. അങ്ങനെ പുത്രന് കൊടുക്കുമല്ലേ, ബലിദാനമൊക്കെ കൊടുക്കുന്ന വരുമ്പോൾ നമുക്ക് തന്നെ സംശയം തോന്നും അല്ലേ, ഇത്രയൊക്കെ അറിയാവുന്ന ഉദ്ദാലകൻ അല്ലേ എന്തിനാണ് ഈ പീതോദഹ ജഗ്ദൃഢ ദുഗ്ധദോഹ നിരീന്ദ്രിയാഹ അല്ലേ കറവ് പറ്റിയ പശുക്കളെയും ഒക്കെ ദാനം കൊടുത്തത് അല്ലേ? ഇത്രയൊക്കെ പഠിച്ച ആളല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാവോ അല്ലേ? അങ്ങനെ ഒരു നമ്മുടെ മനസ്സിൽ തന്നെ ചോദ്യം വരണം. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുക. കഠോപനിഷത്ത് പഠിക്കാത്തവരുടെ അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു നിവൃത്തിയില്ല. ഇത് ഈ സന്ദർഭത്തിൽ ഇത് ആവശ്യമായതുകൊണ്ട് കഠോപനിഷത്തുമായിട്ട് കണക്ട് ചെയ്തേ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. പഠിക്കാത്തവർ സവിനയം ക്ഷമിക്കുക, അല്ലെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെ ഒരു ആള് എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു അല്ലേ? വിശ്വജിത്ത് യാഗം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ യാഗമാണ്. എങ്ങനെയാണോ അശ്വമേധമൊക്കെ ശ്രേഷ്ഠം, അതുപോലെ തന്നെ ശ്രേഷ്ഠമായ ഒരു യാഗമാണ് വിശ്വജിത്ത് യാഗം. ആ വിശ്വജിത്ത് യാഗത്തിന് അനന്തരം ദക്ഷിണ കൊടുക്കുന്നത് കണ്ട് സങ്കടത്തിലായ നചികേതസ് ചെന്ന് ചോദിക്കുമ്പോൾ അവിടെയും ക്രോധമെടുക്കാൻ സാധിക്കുന്നില്ല ആർക്ക്? ഉദ്ദാലകന് അല്ലേ നചികേതസിൻ്റെ പിതാവിന്. അപ്പോഴാണ് ഒരു തവണ ചോദിച്ചു, 2 തവണ ചോദിച്ചു, 3 തവണ നചികേതസ് ചോദിച്ചപ്പോൾ പിതാവ് പറയുന്നത് മൃത്യവേ ത്വാ ദധാമീതി, നിന്നെ ഞാൻ മൃത്യുദേവനാണ് കൊടുക്കുന്നത് എന്ന് പറയും. അപ്പോൾ നചികേതസിന് വളരെ വിഷമമായി. നചികേതസ് എന്ത് പറയുന്നു? ബഹൂനാമേവി പ്രഥമഃ ബഹൂനാമേവി മധ്യമഃ, ഞാൻ ഇത്രയും നല്ല കുട്ടിയായിട്ട് അല്ലേ, അതായത് മധ്യമന്മാർ, ഒരു മിഡിൽ സ്റ്റാൻഡേർഡുള്ള അല്ലെ നമ്മളെപ്പോലെ ആവറേജ് ആയിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ അവരിലും നല്ലത്, ഞാൻ വലിയ പണ്ഡിതന്മാരുടെ അടുത്ത് ഞാൻ അവരിലും നല്ലത് അല്ലേ, എന്നിട്ട് ഇത്രയും നല്ല കുട്ടിയെ അങ്ങക്ക് കിട്ടിയിട്ട് അങ്ങ് മരണത്തിന് കൊടുക്കുന്നത്. അപ്പം എൻ്റെ പിതാവ് എന്ത് പിതാവാണ് അല്ലെ, അദ്ദേഹത്തിനെ ഓർത്ത് ദുഃഖിക്കുകയാണ് നചികേതസ് അവിടെ ചെയ്യുന്നത്. പക്ഷേ പിതാവിൻ്റെ വാക്ക് പാലിക്കാനായിട്ട് യമലോകത്ത് പോകുന്നതും അവിടെ 3 ദിവസം യമധർമ്മ രാജാവിനെ കാത്തിരിക്കുന്ന കഥയൊക്കെ. അപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ വരുമ്പോൾ എന്താണ്, ബ്രഹ്മചര്യ വാസമനന്തരം ഗുരുകുല വാസമനന്തരം ഭിക്ഷാചര്യം നടത്തുന്ന സന്ദർഭമാണ്. അപ്പം ഇത്രയൊക്കെ അറിയാവുന്ന ആൾ അവിടെ എത്തിയിട്ട്, അതായത് ബ്രഹ്മചര്യവാസം കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ച് ചക്രവർത്തിയായി ഇതെല്ലാം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തല തിരിഞ്ഞു പോയോ എന്ന് നമുക്ക് സംശയം തോന്നാം. ഇത് ബൃഹദാരണ്യ ഉപനിഷത്ത് ഈ സപ്തമ ബ്രാഹ്മണവും കഠോപനിഷത്തും തമ്മിൽ മനനം ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് സംശയം തോന്നാം. മനനം ചെയ്യണം, അതിനു വേണ്ടിയാണ് ഇത് പറയുന്നത്. നമുക്ക് സംശയം തോന്നാം. അപ്പം നമ്മൾ എന്തെടുക്കണം? അപ്പം നമ്മളവിടെ മനനം ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരത്തിലെത്താം. ഒന്നെങ്കിൽ 2 ഉത്തരം വരാം. ഒന്നാമത്തെ ഉത്തരം, ഒന്നെങ്കിൽ ഈ കുട്ടി പോയല്ലോ അല്ലേ, എന്നിട്ട് പിതാവിന് മനംമാറ്റമുണ്ടായി, തൻ്റെ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് അദ്ദേഹം വാനപ്രസ്ഥാശ്രമത്തിലേക്ക് എത്തി. വാനപ്രസ്ഥികൾക്കും ഭിക്ഷാചര്യം അഠനമെന്നത് നിയമത്തിലുണ്ട്, നിയമവിധി, വാനപ്രസ്ഥാശ്രമ നിയമവിധിയിലുണ്ട്. ഉദ്ദാലകൻ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞു വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ചു, അല്ലെ സന്യാസാശ്രമം സ്വീകരിച്ചു അല്ലേ. ബ്രഹ്മചാരി, വാനപ്രസ്ഥി, സന്യാസി, ഇവർക്ക് 3 പേർക്കുമാണ് ഭിക്ഷ എടുക്കാൻ, ദേശാടനം നടത്തുവാനുമുള്ള അനുമതി സനാതന ധർമ്മശാസ്ത്രം കൊടുക്കുന്നത്. അപ്പം ഈ സന്ദർഭത്തിൽ നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്താം. എൻ്റെ ഉത്തരം ശ്രദ്ധിക്കണേ, കാരണം ഇതൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പം നമ്മൾ മനനം ചെയ്യാൻ വേണ്ടിയാണ് ഈ കഥ പറയുന്നത്. അപ്പം ഒന്നെങ്കിൽ ഉദ്ദാലകൻ ഈ സന്ദർഭത്തിൽ ജനക മഹാരാജാവിൻ്റെ വിദ്വത്സഭയിൽ ഇരുന്നു കൊണ്ട് യാജ്ഞവൽക്യ മഹർഷിയോട് ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ഈ കഥ പറയുന്നു. അതായത് ഞങ്ങൾ മദ്രപുതിയിൽ പോയി പതഞ്ജലൻ്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ആ കഥ പറയുന്നത് അദ്ദേഹം വാനപ്രസ്ഥിയോ സന്യാസാശ്രമിയോ ആയിക്കൊണ്ടായിരിക്കാം. ആ ഒരു കൺക്ലൂഷനിൽ നമുക്കെത്താം. ഇല്ല, രണ്ടാമത്തെ കൺക്ലൂഷൻ ബ്രഹ്മചാരി ആയിരിക്കെ തന്നെ പോയിരിക്കാം.
മദ്രപുരിയിൽ പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തു. അങ്ങനെയും എത്താം. പക്ഷേ ഗൃഹസ്ഥാശ്രമം പിന്നെ സ്വീകരിച്ചു, നചികേതസ് എന്നുള്ള പുത്രനുണ്ടാകുന്നൊക്കെ ഉണ്ടല്ലോ. അവിടെ എത്തുമ്പോൾ ഇദ്ദേഹം ഗുരുകുലവാസത്തിൽ പഠിച്ചതോ അല്ലെങ്കിൽ ഭിക്ഷ എടുത്ത കാര്യങ്ങളോ ഒക്കെ മറന്നുപോയി കാണും. മറന്നുപോയെന്ന് വെച്ചാൽ അതെല്ലാം ഉപേക്ഷിച്ച് കാണും. ബ്രഹ്മചര്യാശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായത് എന്തൊക്കെയാണോ അതെല്ലാം അദ്ദേഹം ഉപേക്ഷിച്ച് കാണാം. ഇത് രണ്ടും സംഭവിച്ചിരിക്കാമെന്ന് മാത്രമേ ഭാഷ്യത്തിൽ പറയുന്നുള്ളൂ കേട്ടോ, അല്ലാണ്ട് ഒരു തെളിവുകളുമില്ല. അതാണ് ഞാൻ ഇന്നലെ നമ്മൾ കൺക്ലൂഡ് ചെയ്ത് ത്രേതായുഗത്തിൽ നടന്നതാണ്. നമ്മൾ പഠിക്കുന്ന ഭാഷ്യം എന്ന് പറഞ്ഞാൽ കലിയുഗത്തിൽ ഭഗവാൻ ആദിശങ്കരാചാര്യ സ്വാമികൾ എഴുതിയതാണ്. അദ്ദേഹം ത്രികാലജ്ഞാനി. അദ്ദേഹത്തിൻ്റെ ഭാഷ്യത്തെ നമുക്ക് പ്രമാണമായി എടുത്തേ മതിയാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കാം എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ എന്നിട്ട് അതിനുള്ള പ്രമാണം പറയുകയാണ്. നായമാത്മാ പ്രവചനേന ലഭ്യ മുണ്ടകോപനിഷത്ത് തൃതീയ മുണ്ടകം പ്രഥമഖണ്ഡം അല്ലേ, അവിടെ പറയുന്നുണ്ട് അല്ലേ. നായമാത്മാ, അതായത് പ്രവചനം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ എത്ര പഠിച്ചിട്ട് ഞാൻ വലിയ ആചാര്യനായിട്ടോ വക്താവായിട്ടോ ഒരു കാര്യമില്ല അല്ലേ. ന മേധയാ ന ബഹുനാ ശ്രുതേന, എനിക്ക് വലിയ ബുദ്ധിശക്തിയുണ്ട്, കാര്യമില്ല അല്ലേ. ന ബഹുനാ ശ്രുതേന, ഞാൻ അനേകം ആചാര്യ പരമ്പരകളിൽ നിന്നും ശ്രവണം ചെയ്തിട്ടുണ്ട്, കാര്യമില്ല അല്ലേ. നായമാത്മാ പ്രവചനേന ലഭ്യഃ ന മേധയാ ന ബഹുനാ ശ്രുതേന യമേ വൈശ്യ വൃണുതേ തേന ലഭ്യഃ തസ്സൈഷാത്മാ വിവൃണുതേ തനുസ്യ. അതിൻ്റെ തൊട്ട് താഴത്തെ മന്ത്രം നായമാത്മാ ബലഹീനേന ലഭ്യഃ ന ച പ്രമാദാത് അല്ലേ. ആ മന്ത്രങ്ങൾ അത് രണ്ടും അതിവിടെ വേണമെങ്കിൽ നമുക്ക് മനനത്തിനായി ഉപയോഗിക്കാം. കാരണം ഞാൻ 12 വർഷമല്ല ജീവിതകാലം മുഴുവൻ ആശ്രമത്തിൽ താമസിച്ചിട്ട് കാര്യമില്ല അല്ലേ. എനിക്ക് പോകുന്ന പാതയിലുള്ള ശ്രദ്ധയുണ്ടെങ്കിലേ സാധ്യമാകൂ. അപ്പം ശ്രദ്ധ തിരിഞ്ഞു പോയിട്ടുണ്ടാകാം. എന്നിട്ട് എന്താണ്, അദ്ദേഹം ചക്രവർത്തിയായി, പുത്രനുണ്ടായി, അല്ല അനേകം പുത്രന്മാരോ, അദ്ദേഹം മഹാഗ്രഹസ്ഥാശ്രമിയായി രാജാവായി താമസിച്ചിട്ടിരിക്കാം. എന്നിട്ട് അദ്ദേഹം എന്താണോ അദ്ദേഹത്തിന് വേണ്ടത് ആ ബ്രഹ്മവിദ്യയെ അദ്ദേഹത്തിൻ്റെ പ്രാരാബ്ധം കൊണ്ട് അല്ലെങ്കിൽ അനധികാരം കൊണ്ട് അദ്ദേഹം ഉപേക്ഷിച്ചിരിക്കാം അല്ലേ. അങ്ങനെയും സംഭവിക്കാമല്ലോ അല്ലേ. കാരണം എത്രയോ തെളിവുകളുണ്ട്. ശ്വേതകേതു തന്നെ അല്ലേ, പിതാവ് ഗുരുകുലത്തിൽ വിട്ടു, തിരിച്ചു വന്നപ്പോൾ എന്താണ്, സ്തബ്ധ അനൂചാനമാണ്. ഇത്രയും അഹങ്കാരിയായ ഒരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ലെന്നാണ് സാമവേദത്തിൽ 6-ാം അധ്യായത്തിൽ ഉദ്ദാലക മഹർഷി ശ്വേതകേതുവിനെ കണ്ടപ്പം വിചാരിച്ചത്. മറ്റൊരു ഉദാഹരണം എടുക്കാം. ഭൂമവിദ്യ 7-ാം അധ്യായം ഛാന്തോക്യോപനിഷത്ത് അല്ലേ. അവിടെ സനത്കുമാര മഹർഷിയുടെ അടുത്ത് നാരദ മഹർഷി എനിക്കെല്ലാം അറിയാം അല്ലേ, എല്ലാ വേദങ്ങളും വേദാംഗങ്ങളും എല്ലാം അറിയാം, പക്ഷെ ഇതൊക്കെ ഒരു ഭാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് അല്പേ സുഖമസ്തി, എനിക്ക് ഒരു ദിവസം പോലും സുഖമായിരിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് നാരദ മഹർഷിയും പറയും. അപ്പം ബ്രഹ്മവിദ്യ എപ്പോൾ വേണമെങ്കിലും നമ്മളെ വിട്ടുപോകാം അല്ലേ. അല്ലെ ശ്രുതി മാതാവ് നമ്മളെ വിട്ടുപോകാം. വിട്ടുപോകാതിരിക്കണേ നമ്മൾ തന്നെ അതിനുള്ള പ്രയത്നം ചെയ്യുക വേണം. ഇല്ലാത്തവരിൽ നിന്നും ശ്രുതി അകന്നു പോകുമെന്ന് ഈ ഉദാഹരണങ്ങളിലൂടെ തന്നെ എടുക്കാം. അപ്പം അങ്ങനെയാവാം. അങ്ങനെ ഉദ്ദാലക മഹർഷി ബ്രഹ്മചര്യാശ്രമത്തിൽ ഇരുന്ന് അതിനുശേഷം ചക്രവർത്തിയായി മാറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ സാധനയുടെ കുറവ് കൊണ്ടോ പ്രാരാബ്ധം കൊണ്ടോ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ബ്രഹ്മവിദ്യ നഷ്ടപ്പെട്ടു പോയതായിരിക്കും. അതുകൊണ്ടായിരിക്കാം നചികേതസിൻ്റെ അടുത്ത് ഉദ്ദാലകൻ നിന്നെ ഞാൻ മൃത്യുവിന് കൊടുക്കുകയാണെന്ന് പറഞ്ഞതും പിന്നെ ഈ വിശ്വജിത്ത് യാഗാനന്തരം ദാനം ചെയ്തത് വളരെ മ്ലേച്ഛമായ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ട് അത് കണ്ടിട്ട് നചികേതസിന് തന്നെ ദുഃഖമായി. കാരണം എന്തിനാണ് യാഗം ചെയ്യുന്നത്? പുണ്യത്തിന് വേണ്ടിയാണ്
ആ പുണ്യമല്ല എൻ്റെ പിതാവ് സമ്പാദിക്കുന്നത്, പാപമാണ് സമ്പാദിക്കുന്നതെന്ന് നചികേതസിന് മനസ്സിലാകുന്ന സന്ദർഭം. അപ്പം അത് രണ്ടും നമുക്കിവിടെ മനനത്തിനായി എടുക്കാം. അല്ലേ? മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ചിന്തിക്കുക. കഠോപനിഷത്ത് പഠിച്ചവർ പ്രത്യേകിച്ച് ചിന്തിച്ച് മനനം ചെയ്യുക. ഇത് രണ്ടും, ഏത് സപ്തമം ബ്രാഹ്മണവും കഠോപനിഷത്തും. മടങ്ങി വരാം. മദ്രേഷു അവസാമ പതഞ്ജലസ്യ കാപ്യസ്യ ഗൃഹേഷു യജ്ഞം അധീയാനാഹ. അതായത് മദ്രപുരി എന്ന ദേശത്ത്, അല്ലയോ യാജ്ഞവൽക്യ മഹർഷ്യരെ, ഞങ്ങൾ പഠനം നടത്തുന്ന കാലം. ഇപ്പോഴെന്താണ്? കപിഗോത്രനായ കാപ്യൻ്റെ, അല്ലേ, പതഞ്ജലൻ്റെ ഗൃഹത്തിൽ എന്തു ചെയ്യുന്നു? യജ്ഞം അധീയാനാഹ, യജ്ഞശാസ്ത്രം പഠിക്കുവാൻ. അധീയാനാഹ, പഠിക്കുവാൻ വേണ്ടി. അപ്പം ഇവിടെ കണ്ടോ, പഠനമാണ് പറയുന്നത്. അപ്പോൾ പഠനം ആർക്കൊക്കെയാണ് വിധിച്ചിട്ടുള്ളത്? ഒന്ന് ബ്രഹ്മചാരി ആശ്രമത്തിന്, പിന്നെ വാനപ്രസ്ഥിക്കോ സന്യാസിക്കോ. അപ്പം ഇതിലേതെങ്കിലും ആയിരിക്കാം എന്ന് അടുത്ത കൺക്ലൂഷനിൽ നമുക്ക് അധീയാനാഹ എന്നുള്ള വാക്കുകൊണ്ട് എത്താം. ഏത് ആശ്രമിയാണെന്ന് പറയും. പക്ഷെ അവിടെ നമ്മൾ വിജുബ്രാഹ്മണത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ പഠനം കഴിഞ്ഞ് ഭിക്ഷാചാര്യത്തിനായിട്ട് പഠനം നടത്തുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് അവിടെ ആ സന്ദർഭം തന്നെ ഉറപ്പിച്ച് പറയും. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട്, കഠോപനിഷത്തിൻ്റെ പ്രമാണം കൂടി ഉള്ളത് കൊണ്ട് ഈ താരതമ്യ പഠനം നമ്മൾ നടത്തണം. അപ്പം യജ്ഞം അധീയാനാഹ, യജ്ഞശാസ്ത്രം പഠിക്കുവാനായിട്ട്. അതായത് യജ്ഞയാഗാദികൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ ഹൃദ്ദിക്കായി മാറാം, ഹോതാവായി മാറാം, അല്ലേ? അതായത് യജ്ഞശാസ്ത്രം വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ആശ്രമത്തിൽ നമ്മളെ അഗ്നിഹോത്രം പഠിപ്പിക്കും, അല്ലെ, ഗണപതി ഹോമം പഠിപ്പിക്കും, ഗായത്രി ഹവൻ ഇത് ബേസിക് ആയിട്ടുള്ളതൊക്കെ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളത് ഗുരുകുലത്തിൽ പഠിക്കുന്ന കാലഘട്ടമൊക്കെ അത് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി, അത് കഴിഞ്ഞ് എന്താണ്, ഇത് പ്രാക്ടീസ് ചെയ്യണ്ടേ? നിത്യം ചെയ്താലേ നമുക്ക് ഇത് സ്വായത്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്നും കൈമോശം വന്നു പോകും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? യജ്ഞം അധീയാനാഹ. അപ്പോൾ ഇവിടെ നമ്മൾ വെറുതെ ഒരു ഹോമം പഠിച്ചു, 2 ഹോമം പഠിച്ചിട്ട് കാര്യമില്ല. ഒരാൾക്ക് ഹോതാവായി മാറണമെങ്കിൽ, അതായത് മുഖ്യ പുരോഹിതനാകണമെങ്കിൽ, നമ്മളൊരു ഏത് വേദമാണോ ഞാൻ ഫോളോ ചെയ്യുന്നത് അതിലെ യജ്ഞയാഗാദികളുടെ മുഖ്യ പുരോഹിതനായി മാറണമെങ്കിൽ, മെയിൻ പ്രീസ്റ്റ് ആകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അത് കൂടുതൽ പഠിക്കണം. അപ്പോൾ അതിനു വേണ്ടി യജ്ഞം അധീയാനാഹ, അതായത് യജ്ഞശാസ്ത്രം കൂടുതൽ പഠിക്കുവാനായിക്കൊണ്ട് ഞങ്ങൾ എവിടെ പോയി? മദ്രപുരി എന്ന ദേശത്ത് ഞങ്ങളിങ്ങനെ ദേശാടനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തസ്യ ആസീത് ഭാര്യ ഗന്ധർവഗൃഹീത. അപ്പോൾ ഞങ്ങളിങ്ങനെ അധ്യയനം ചെയ്യാനായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഞങ്ങൾ പതഞ്ജലൻ്റെ വീട്ടിലെത്തി. അല്ലെങ്കിൽ കപിഗോത്രജനായ, അല്ലേ, അവിടെ ഗോത്രമെന്ന് തന്നെ എഴുതണം കേട്ടോ, പേജ് 247. കപിഗോത്രനായ കാപ്യൻ്റെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട് പതഞ്ജലൻ. നമ്മൾ വീണ്ടും ഓർക്കണം, നമുക്ക് ഫേമസ് ആയിട്ട് അറിയാവുന്ന പതഞ്ജല മഹർഷി അല്ല ഇവിടെ പറയുന്നത്, മറ്റേതോ ഒരു പതഞ്ജലൻ. കാരണം പതഞ്ജല മഹർഷി കാപ്യനല്ല, കപിഗോത്രജനല്ല. അപ്പോൾ ഇവിടെ കപിഗോത്രത്തിലുള്ള പതഞ്ജലനാണ്. അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലെത്തി. അപ്പോൾ അവിടെ താമസിച്ച് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങളവിടെ ഈ ദേശാടനം നടത്തുന്നത് യജ്ഞം വിശേഷമായിട്ട് ഡീറ്റെയിലായിട്ട് പഠിക്കുവാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ ദേശാടനം നടത്തുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? അവിടെ ചെന്നപ്പം ഭാര്യ ഗന്ധർവ ഗൃഹീത, പതഞ്ജലൻ്റെ ഭാര്യയുടെ ദേഹത്ത് എന്ത് ചെയ്യുന്നു? ഗന്ധർവ ഗൃഹീത, ഗന്ധർവൻ ബാധിച്ചിരിക്കുകയാണ്. അതായത് ഭാര്യയുടെ പേരൊന്നും ഇവിടെ പറയുന്നില്ല. നമ്മൾ മുമ്പത്തെ ബ്രാഹ്മണത്തിൽ കണ്ടത് ദുഹീത എന്നായിരുന്നു, പുത്രിയുടെ ദേഹത്തായിരുന്നു. ഇവിടെ ആരാണ്? ഭാര്യ എന്ന് സ്പെസിഫിക് ആയിട്ട് മന്ത്രത്തിൽ പറയുന്നുണ്ട്. ഭാര്യയുടെ പേര് പക്ഷേ ഇവിടെ പരാമർശിക്കുന്നില്ല.
നമുക്കിഷ്ടമുള്ള പേര് കൊടുത്തോളൂ. കാരണം നമ്മളെ സംബന്ധിച്ച് പേരും നാളും ഒന്നും അല്ല പ്രാധാന്യം. കാരണം അന്തര്യാമിയെക്കുറിച്ചാണുള്ള ചർച്ച വരുമ്പോഴാണ് നമുക്ക് പ്രാധാന്യം. ഇത് അതിനു മുമ്പുള്ള ഒരു പ്രിപ്പറേഷൻ മാത്രമാണ്, ആ ഒരു ആഖ്യായിക മാത്രമായിട്ട് ഇതിനെ എടുക്കുക. ചിലപ്പോൾ മകളുടെ ദേഹത്തും ഭാര്യയുടെ ദേഹത്തും കാണാം, അല്ലെങ്കിൽ മകളുടെ നിന്ന് മാറി ഭാര്യയിലേക്ക് പ്രവേശിച്ചു കാണും, അങ്ങനെയൊക്കെ ആകാം. കാരണം ഇവിടെ പ്രമാണം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏതാണെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. പ്രമാണം പറയാത്തതിന് കാരണം യാജ്ഞവൽക്യ മഹർഷിക്ക് നമ്മളോട്, അതായത് ത്രേതായുഗം കഴിഞ്ഞ് ഇനി ഏത് യുഗങ്ങളിൽ ബൃഹദാരണ്യം പഠിക്കുന്ന വിദ്യാർത്ഥികളോടും ഈ കഥയിലെ കഥാപാത്രത്തിൻ്റെ പേര് ഓർത്തിരിക്കുക, അത് പഠിക്കുക അല്ല, അന്തര്യാമിയെക്കുറിച്ച് പഠിക്കുകയാണ്, അത് പഠിപ്പിക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷിയുടെ ഉദ്ദേശ ലക്ഷ്യം. അതുകൊണ്ടാണ് അദ്ദേഹം പരാമർശിക്കാത്തത്. അപ്പം നമ്മൾ വിചാരിക്കുക, ഭാര്യയുടെ ദേഹത്ത് ഗന്ധർവൻ ബാധിച്ചു. ആ ഗന്ധർവനാണ്, ഭാര്യയല്ല അപ്പോൾ വ്യവഹരിക്കുന്നത് അല്ലേ? ആരാണ്? ഭാര്യയുടെ ശരീരം, സ്ഥൂല ശരീരം ഭാര്യയുടെ അല്ലെങ്കിൽ സ്ത്രീദേഹം, പക്ഷെ സൂക്ഷ്മ കാരണ ശരീരം ആരുടെയാണ്? ഗന്ധർവന്റെ. തം അപൃച്ഛാമ, തം ഗന്ധർവഃ അപൃച്ഛാം. ഗന്ധർവഃ എന്നുള്ള വാക്ക് അധ്യാഹാരം ചെയ്യുക അവിടെ. തം ഗന്ധർവഃ അപൃച്ഛാമ, ഞങ്ങൾ ആ ഗന്ധർവനോടായിക്കൊണ്ട് എന്ത് ചെയ്തു? അപൃച്ഛാമ, ഞങ്ങൾ പൃച്ഛാമ എന്ന് വെച്ചാൽ ചോദിക്കുക. ആ ഉപസർഗപൂർവ്വ പ്രീധാതു, അതായത് അപൃച്ഛാമ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിനോട് സംസാരിക്കുവാൻ തുടങ്ങി, ഡീറ്റെയിൽഡ് ഡിസ്കഷൻ, അതാണ് അപൃച്ഛാമ. അപ്പം ആ എന്നൊരു വാക്കിന് അവിടെ വളരെ ആന്തരാർത്ഥമുണ്ട്. അങ്ങ് ആരാണെന്നോ അല്ലെങ്കിൽ അങ്ങ് എന്തിനു വന്നു ഇത്യാദി കാര്യങ്ങളല്ല, ഞങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് അതിനെക്കുറിച്ചുള്ള ചോദ്യം ഞങ്ങൾ വിസ്തരിച്ച് ചോദിക്കാൻ തുടങ്ങുകയാണ്. ആരോട്? ഗന്ധർവഃ അപൃച്ഛാമ, ഗന്ധർവനോടായിക്കൊണ്ട് ഞങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം എന്താണ്? ഒരു ഔപചാരികതയുടെ പേരിൽ നമ്മൾ ഒരാളെ ആദ്യം പരിചയപ്പെടുമ്പോൾ അപ്പോൾ എന്താണ് പേര് അല്ലേ ചോദിക്കാൻ. അപ്പം ഈ ഭാര്യയോടായിക്കൊണ്ട്, ഭാര്യ ശരീരത്തിലിരിക്കുന്ന ഗന്ധർവനോടായിക്കൊണ്ട് കഹ അസീതി, അങ്ങ് ആരാകുന്നു? കാരണം വ്യവഹരിക്കുന്നത് ഭാര്യയല്ല, പതഞ്ജലൻ്റെ ഭാര്യയല്ല അവിടെ വ്യവഹരിക്കുന്നത്. ശരീരമുണ്ട് ഭാര്യയുടെ, പക്ഷെ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒന്നും പതഞ്ജലൻ്റെ അല്ലെ കാപ്യൻ്റെ ഭാര്യയല്ല. അപ്പം നമ്മുടെ മനസ്സിൽ ആ ചിത്രം വരണം കേട്ടോ, എങ്കിലേ അത് നമ്മൾ ബൃഹദാരണ്യം പഠിച്ച് എത്ര വർഷം കഴിഞ്ഞാലും ഈ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഭാവന പ്രധാനമാണ് പഠനം അല്ലെ ശ്രവണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭാവന ചെയ്തുകൊണ്ടേ ഇരിക്കണം, അങ്ങ് ആരാണ്? ഇപ്പോൾ ഒരു നാടകീയമായ രംഗമാണ്, നമ്മുടെയൊക്കെ വീട്ടിൽ ഇരിക്കുകയാളെ ഒരു, അപ്പോൾ ആ ഗന്ധർവനോട് നമ്മൾ തന്നെ ചോദിക്കുന്ന പോലെ അങ്ങ് ആരാകുന്നു? സഹ അബ്രവീത്, സഹ ഗന്ധർവഃ അബ്രവീത്. അവിടെ സഹ എന്ന് വെച്ചാൽ അവൻ, ആര്? ഗന്ധർവൻ, അതായത് ഭാര്യ ശരീരവാസി ഗന്ധർവൻ അല്ലേ? വെറും ഗന്ധർവനല്ല, ഗന്ധർവന് സ്ഥൂല ശരീരം ഇല്ല, സ്ഥൂല ശരീരമില്ലാത്ത ജീവനാണ് ഗന്ധർവന്മാർ, കിന്നരന്മാർ, യക്ഷന്മാർ ഇത്യാദികളൊക്കെ. അപ്പം സഹ ഗന്ധർവഃ അബ്രവീത് അല്ലേ? ആ ഗന്ധർവൻ അബ്രവീത് പറയാൻ തുടങ്ങുകയാണ്. എന്താണ് പറയുന്നത്? ഞാൻ ആരാന്ന് ചോദ്യത്തിന് ഉള്ള മറുപടി. കബന്ധ ആധർവണഃ ഇതി. ആധർവണഃ എന്ന് വെച്ചാൽ എഴുതിക്കോളൂ വേണ്ടവർ, അധർവണ ഗോത്ര ജാനാതി ഇതി ആധർവണഃ. അധർവണ നായുണ്ട് കേട്ടോ, അധർവയല്ല, അധർവണ. കാരണം ആധർവണഃ എന്നാണ് പേര്, അതുകൊണ്ട് നകാരം എഴുതണം. അധർവണ ഗോത്ര ജാനാതി. ജാനാതി എന്ന് വെച്ചാൽ ജനിച്ചവൻ, ജനിച്ചവൾ. അധർവണ ഗോത്ര ജാനാതി എന്ന് വെച്ചപ്പോൾ എന്തായിരിക്കും? ഞാൻ അധർവണ ഗോത്രത്തിൽ ജനിച്ച ആധർവണനാകുന്നു. ആര് പറയുന്നു? ഭാര്യയുടെ ശരീരത്തിൽ പ്രവേശിച്ച ഗന്ധർവൻ പറയുന്നു.
അഥർവണ ഗോത്ര ജാനാതി ഇതി ആഥർവണഃ. അഥർവണ ഗോത്രത്തിൽ ജനിച്ച ആഥർവണൻ. അദ്ദേഹത്തിന് മറ്റൊരു പേരുമുണ്ട്, കബന്ധൻ. കബന്ധൻ എന്നാണ് എൻ്റെ ഗന്ധർവനാമം. എൻ്റെ പൂർവജന്മത്തിൽ ഞാൻ അഥർവണ ഗോത്രത്തിൽ പിറന്നവനാണ്. അഥർവണ ഗോത്ര ക്രിയകളിലൂടെ അല്ല യജ്ഞയാഗാദികളിലൂടെ ഞാൻ പുണ്യമൊക്കെ സമ്പാദിച്ച് എനിക്ക് ഈ ജന്മം സ്വർഗലോകത്ത് ഗന്ധർവ ശരീരം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ജന്മത്തിൽ ഗന്ധർവനാണ്. ആ ഗന്ധർവനായ ഈ ശരീരത്തിലിരിക്കുന്ന എനിക്ക് ഗന്ധർവനാമം. അപ്പം നമുക്കൊക്കെ ഇല്ലേ ഗോത്രനാമം, പിന്നെ നമുക്ക് വ്യവഹാരനാമം ഇല്ലേ അല്ലേ, അല്ല സ്കൂളിൽ ഒരു പേര്, വീട്ടിൽ വേറൊരു പേര്, അങ്ങനെയൊക്കെ പൊതുവേ ഇല്ലേ. അതുപോലെ തന്നെ എൻ്റെ ആശ്രമനാമം അല്ലെങ്കിൽ ഗോത്രനാമം ആഥർവണൻ എന്നാണ്. പക്ഷെ എൻ്റെ വ്യവഹാരനാമം കബന്ധൻ എന്നാണ്. എന്നിട്ട് അടുത്തതിലേക്ക് പോകാം. കബന്ധ ആഥർവണഃ ഇതി. ഞാൻ കബന്ധൻ എന്ന ആഥർവണനാണ്. എന്നിട്ട് അതിനുശേഷം സഹ അബ്രവീത് പതഞ്ജല കാപ്യം യാജ്ഞികാച്ച വേദ. യാജ്ഞികാച്ച വേദ. അതായത് അവിടെ സഹ അബ്രവീത്. സഹ എന്ന് വെച്ചാൽ അവൻ. ആര്? വേണ്ടവരെഴുതിക്കോളൂ. സഹ കബന്ധഃ ആഥർവണഃ അബ്രവീത്. സഹ കബന്ധഃ ആഥർവണഃ അബ്രവീത്. അതായത് അഥർവണ ഗോത്രത്തിലെ ആഥർവണൻ എന്ന പേരായ കബന്ധൻ എന്ന വ്യവഹാരനാമത്തോടു കൂടിയിരിക്കുന്ന ഗന്ധർവൻ, ഈ ഭാര്യയുടെ ശരീരത്തിരിക്കുന്ന ഗന്ധർവൻ ചോദിക്കുകയാണ്. അബ്രവീത് ചോദിക്കുകയാണ്. ആരോട് ചോദിക്കുന്നു? പതഞ്ജലഃ കാപ്യം യാജ്ഞികാച്ച വേദ അല്ലേ. അതായത് പതഞ്ജലനോടായിക്കൊണ്ടും, കാപ്യൻ എന്ന പേരായ പതഞ്ജലനോടായിക്കൊണ്ടും യാജ്ഞികാച്ച. യാജ്ഞികാച്ച എന്ന് വെച്ചാൽ യജ്ഞ അധ്യയന കർത്ത. യജ്ഞ അധ്യയന കർത്ത. യജ്ഞം പഠിക്കുവാനായി വന്നിരിക്കുന്നവരോടായിക്കൊണ്ട്. അതാരാണ്? ഉദ്ദാലകനും അവരുടെ ചങ്ങായിമാരും അല്ലേ. അതാണ് യാജ്ഞികാച്ച. യജ്ഞ അധ്യയന കർത്ത. കർത്ത എന്ന് വെച്ചാൽ പഠിക്കുവാൻ വന്നവർ, ചെയ്യുന്ന കർമ്മി. അതാണ് കർത്ത എന്ന വാക്കിൻ്റെ അർത്ഥം കർമ്മി. ഏത് കർമ്മം പഠിക്കുവാൻ? യജ്ഞം പഠിക്കുവാനായിട്ട്. അതാണ് അധ്യയനം എന്ന് വെച്ചാൽ പഠിക്കുക. യാജ്ഞികാച്ച. അപ്പൊ യജ്ഞ അധ്യയന കർത്ത ഇതി യാജ്ഞികാഹ. അതാണ് ആ വാക്കിൻ്റെ പരിഭാഷ അല്ലെ എട്ടിമോളജി. യജ്ഞ അധ്യയന കർത്ത ഇതി യാജ്ഞികാഹ. യാജ്ഞികാച്ച എന്ന് പറയുമ്പോൾ ബഹുവചനം വരും. കാരണം ഉദ്ദാലകൻ ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിൻ്റെ ചങ്ങായിമാരും ഉണ്ട്. അപ്പോൾ യാജ്ഞികാച്ച കൂട്ടുകാരും. അതാണ്. അപ്പം പതഞ്ജലനോടായിക്കൊണ്ടും അല്ലെ കാപ്യൻ എന്ന പേരായ പതഞ്ജലനോടായിക്കൊണ്ടും ഈ ഉദ്ദാലകരും അവരുടെ ചങ്ങായിമാരോടായിക്കൊണ്ടും ആര് ചോദിക്കുന്നു? ഈ ഭാര്യയുടെ ശരീരത്തിരിക്കുന്ന ഈ കബന്ധൻ എന്ന ഗന്ധർവൻ ചോദിക്കുകയാണ്. വേദ നു ത്വം. വേദ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുവോ? നു ത്വം എന്നെ അറിയുവോ? നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ്. എന്തൊക്കെ അറിയാവെന്ന് ചോദിക്കുന്നത് ആ ചോദ്യമാണ് ഇനി വരുന്നത്. അതായത് ആ ഡയലോഗ് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒരു ഭാഗത്ത് ഭാര്യ ഇരിക്കുന്നു അല്ലെ നിൽക്കുന്നു, എന്തേലും ചെയ്യട്ടെ. അവർ മറുഭാഗത്ത് പതഞ്ജലൻ നിൽക്കുന്നു, യാജ്ഞികന്മാർ നിൽക്കുന്നു.
ഉദ്ദാലകൻ ചോദിച്ചു ഗന്ധർവനോട് അങ്ങ് ആരാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഞാൻ കബന്ധൻ എന്ന ഗന്ധർവനാണെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ഡയലോഗ് അല്ലെങ്കിൽ അടുത്ത ചോദ്യം ആരുടെയാണ്? ഗന്ധർവൻ്റെയാണ്. ആരോടായിക്കൊണ്ട്? അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരോടായിക്കൊണ്ട് ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ആഖ്യായിക അല്ലെ ആ ഒരു രംഗം നമ്മുടെ മനസ്സിൽ വരണം. എന്താണ് ചോദിക്കാൻ പോകുന്നത്? തത്സൂത്രം ഏന അയം ച ലോകഃ പരച്ച ലോകഃ. അസൂത്രം എന്നുള്ള വാക്ക് അണ്ടർലൈൻ ചെയ്യുകയോ ഹൈലൈറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുക. തത്സൂത്രം ഏന അയം ച ലോകഃ പരച്ച ലോകഃ. അല്ലയോ കാപ്യ, അതായത് ഇൻക്ലൂഡിങ് യാജ്ഞികാച്ച. അല്ലയോ പതഞ്ജലരെ, ഭാര്യയാണ് ചോദിക്കുന്നത്, ഓർക്കണേ. അന്നത്തെ കാലത്ത് പേര് പോലും വിളിക്കാൻ പറ്റില്ല അല്ലേ, ഭാര്യയ്ക്ക് ഭർത്താവിന് അല്ലേ. മ്യൂച്വൽ റെസ്പെക്റ്റ് ആയിരുന്നു കേട്ടോ, അല്ലാണ്ട് ഇപ്പോഴത്തെ പോലെ അല്ല. പക്ഷേ ഭാര്യയല്ല അവിടെ ഇരിക്കുന്നത്, ആരാണ്? ഗന്ധർവനാണ്. അപ്പോൾ ഗന്ധർവന് സ്വാതന്ത്ര്യം എടുക്കാം, അപ്പോൾ എന്ത് വേണേലും വിളിക്കാം. കാപ്യ അതിസംബോധന ചെയ്യുകയാണ്. അല്ലയോ കാപ്യ പതഞ്ജല. അപ്പം നമ്മൾ അവിടെ അധ്യാഹാരം ചെയ്യണം. കാപ്യ യാജ്ഞികാഹ. അല്ലയോ കാപ്യരെ, അല്ലയോ പതഞ്ജലെ, യാജ്ഞികന്മാരെ, അതായത് ഉദ്ദാലകനും അവരുടെ ചങ്ങായിമാരും. അപ്പം ഇവരെ എല്ലാം അതിസംബോധന ചെയ്തുകൊണ്ട് ഇല്ലേ. എന്നിട്ട് എന്ത് ചോദിക്കുന്നു? തത്സൂത്രം ഏന അയം ച ലോകഃ പരച്ച ലോകഃ. ഈ ജന്മവും എന്നാണ്. ഏന അയം ച ലോകഃ, അതായത് നമ്മൾ ഈ ആവസിക്കുന്ന ഈ ലോകം. പരച്ച ലോകഃ, മറ്റു ലോകങ്ങൾ. അതായത് ഈ ജന്മവും പുനർജന്മവും സർവജീവരാശികളെയും, വേണ്ടവരെഴുതിക്കോളൂ, ഈ ജന്മവും പുനർജന്മവും സർവജീവരാശികളെയും, അതായത് ഈ ബ്രഹ്മാണ്ടത്തിലുള്ള 84 ലക്ഷം തരം സ്പീഷ്യസ് അവരെല്ലാം ഉൾപ്പെടും. അതാണ് സർവജീവരാശികളെയും ഈ ജന്മവും പുനർജന്മവും സർവജീവരാശികളെയും ചേർത്ത് കോർക്കുന്ന സൂത്രം ഏതാകുന്നു? തത് എന്നുള്ള വാക്കിൽ ഇതെല്ലാം ഉണ്ട്. തത് സൂത്രം ഏതാകുന്നു അത്? ഈ ജന്മവും പുനർജന്മവും സർവജീവരാശികളെയും ചേർത്ത് കോർക്കുന്ന സൂത്രം. സൂത്രം എന്ന് വെച്ചാൽ ചരടെന്ന് സാമാന്യാർത്ഥം. ഏതാകുന്നു? സർവാണി ച ഭൂതാനി സംതൃപ്താനി ഭവന്തി ഇതി. സർവാണി ച ഭൂതാനി, അതാണ് നമ്മളിപ്പോൾ എഴുതിയ സർവജീവരാശികൾ. സംതൃപ്താനി ഭവന്തി, ചേർത്ത് കോർക്കുക, അതായത് ഇന്റർ കണക്ട്, അതിനെ കണക്ട് ചെയ്യുന്നത്. ഭവന്തി ഇതി, അത് ഏതാകുന്നു എന്ന ചോദ്യം. നമുക്ക് ചോദ്യം ഇവിടെ നിർത്താം, ബാക്കി നാളെ പഠിക്കാം. ഭഗവത്ഗീത 7-ാം അധ്യായം 7-ാം ശ്ലോകം. അപ്പം അത് വെച്ച് നമുക്ക് ആ സൂത്രത്തിനെ കുറിച്ചുള്ള പഠനം തുടരാം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.